നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും റെക്കോർഡ് കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത്. കേരളത്തിലാണെങ്കിലും ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് സ്വർണ്ണവില. ഇനി വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. പല തരത്തിലുള്ള പ്രതിസന്ധികൾ ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്നതിനാലാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ കുത്തനെയുള്ള ഈ ഒരു വിലക്കയറ്റം സംഭവിക്കുന്നത്. അതേസമയം തന്നെ സ്വർണ്ണവില കൂടുന്നത് പലതരത്തിലുള്ള കൊള്ളകൾക്കും പിടിച്ചുപറിക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഇത് ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ വളരെ അപകടം നിറഞ്ഞതുകൂടിയാണ്. ഇപ്പോൾ ബീഹാറിലെ ജ്വല്ലറികളിൽ ഹിജാബിനും ബൂർഖയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് അനുദിനം വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയിൽ സുരക്ഷ മുൻനിർത്തിയാണത്രേ ജ്വല്ലറി ഉടമകളുടെ ഈ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ജ്വല്ലറിയിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് തിരിച്ചറിയൽ രേഖകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹിജാബും ബൂർഖയും ധരിച്ചെത്തി മോഷണം നടത്തുന്ന സംഭവം വർദ്ധിച്ചതോടെയാണ് ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ഫെഡറൽ ബീഹാറിൽ ഇത്തരമൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഉപഭോക്താക്കൾ മുഖം മൂടുന്ന വസ്ത്രങ്ങളും മാസ്കുകളും നീക്കം ചെയ്യണമെന്നും ബോർഡുകൾ ജ്വല്ലറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് UP ഝാൻസിയിലെ ജ്വല്ലറികളും സമാനമായ തീരുമാനമെടുത്തിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ജില്ലാ പ്രസിഡന്റുമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്നും ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ഫെഡറേഷൻ ബീഹാർ പ്രസിഡന്റ് അശോക് കുമാർ വർമ്മ പറഞ്ഞു. തീരുമാനം പട്ന സെൻട്രൽ SP-യെ ഫോണിൽ അറിയിച്ചിട്ടുണ്ടെന്നും DGP, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് എന്നിവർക്കും കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിം ദേശീയ വക്താവ് ആദിൽ ഹസൻ ഈ തീരുമാനത്തെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം പല ആളുകളും ഇത്തരത്തിൽ ഈ ഒരു ബുർഖയുടെയും പർദ്ദയും ധരിച്ചുകൊണ്ട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ജ്വല്ലറികളിൽ എത്തുന്നതാണ്. അത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജ്വല്ലറികളിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഗ്രാമിന് 25 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇതോടെ പവന് 200 രൂപയും കുറഞ്ഞു. ഇന്നലെ 12,675 രൂപയായിരുന്ന ഒരു ഗ്രാമിന് ഇന്ന് നൽകേണ്ടത് 12,650 രൂപയാണ്. പവൻ 1,01,400 രൂപയിൽ നിന്നും 1,01,200 രൂപയിലേക്ക് എത്തി. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 13,800 രൂപയും 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 12,650 രൂപയും 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 10,350 രൂപയുമാണ്. വെള്ളിവില ഗ്രാമിന് 272 രൂപയും കിലോഗ്രാമിന് 2,72,000 രൂപയുമാണ്. ജനുവരി മാസത്തെ സ്വർണ്ണവില ഒന്ന് പരിശോധിക്കാം. ജനുവരി 1 99,040, ജനുവരി 2 99,880, ജനുവരി 3 99,600, ജനുവരി 4 99,600, ജനുവരി 5 1,01,360, ജനുവരി 6 1,01,800, ജനുവരി 7 1,01,400. മുൻ ദിവസങ്ങളിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ വില 1 ലക്ഷം കടക്കുമെന്ന ആശങ്കയിലായിരുന്നു ഉപഭോക്താക്കൾ. ഇത് യാഥാർത്ഥ്യമായതോടെ പലർക്കും സ്വർണം മോഹമായി മാത്രം അവശേഷിക്കും. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർക്കുമാണ് വലിയ തിരിച്ചടി. സ്വർണത്തിന്റെ മൂല്യം നാൾക്ക് നാൾ ഉയരുകയാണ്. 2008 മുതൽ കൃത്യമായി പറഞ്ഞാൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമാണ് നിക്ഷേപകരുടെ നോട്ടം സ്വർണത്തിൽ ഗൗരവമായി പതിഞ്ഞത്. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ നഷ്ടമുണ്ടാകില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. സ്വർണത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത് ശരിയാണെന്നും കാണാം. 2007 കാലഘട്ടത്തിൽ പവന് 10,000 രൂപയുണ്ടായിരുന്ന സ്വർണത്തിന് ഇന്ന് വില 3 ഇരട്ടിയിലധികമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ കുറവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ആഗോള വിപണിയിൽ നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതും അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങളും വില കുറയാൻ കാരണമായി. വരും ദിവസങ്ങളിലും വിലയിൽ നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം കാത്തിരുന്നവർക്ക് ഈ വിലക്കുറവ് വിപണിയിലേക്ക് തിരികെ എത്താൻ പ്രചോദനമാകും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാൻ, സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിൽ ഹോൾമാർക്കിംഗ് മുദ്രയുള്ള സ്വർണം മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം. നിലവിലെ വിപണി വിലയ്ക്കൊപ്പം പണിക്കൂലിയും 3% GST കൂടി ചേർത്ത് വേണം ആഭരണങ്ങളുടെ അന്തിമ വില കണക്കാക്കാൻ. വില ഇനിയും താഴാൻ സാധ്യതയുള്ള
ഉള്ളതിനാൽ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷം വാങ്ങൂ. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. ഇതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകതയനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്. കാരറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർണത്തിന്റെ അളവും പരിശുദ്ധിയും കണക്കാക്കുന്നത്. കാരറ്റിന്റെ നിലവാരം കൂടുന്നതിനനുസരിച്ച് സ്വർണത്തിന്റെ പരിശുദ്ധി കൂടും. പ്രധാനമായും 24K, 22K, 18K നിലവാരത്തിലാണ് സ്വർണം ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. പവൻ വില 1 ലക്ഷം രൂപ കടന്നു കുതിച്ച സാഹചര്യത്തിൽ പഴയ സ്വർണം വിറ്റ് പണമാക്കുന്നവർ കൂടിയിട്ടുണ്ട്. വീടെടുക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമെല്ലാം പലരും സ്വർണം വിൽക്കുന്നത്. 100 പവൻ കൈവശമുള്ള വ്യക്തി ഇന്ന് കോടിപതിയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പഴയ സ്വർണം പണം കൊടുത്ത് തിരിച്ചെടുക്കാൻ കഴിയാതെ വെട്ടിലായ ജ്വല്ലറികളുമുണ്ട്. 75% സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളും ഉൾപ്പെടുന്നതാണ് 18 കാരറ്റ് സ്വർണം. മറ്റു ലോഹങ്ങളുടെ അംശം കൂടുന്നതിനാൽ തിളക്കം കുറയാൻ സാധ്യതയുണ്ട്. 58% സ്വർണം ബാക്കി മറ്റു ലോഹങ്ങളും ഉൾപ്പെടുന്നതാണ് 14 കാരറ്റ് സ്വർണം. ഇതും വേഗത്തിൽ ഒളിമങ്ങാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ 9 കാരറ്റ് സ്വർണം സജീവമായത്. എല്ലാ സ്വർണവും ഹോൾമാർക്കിംഗ് ചെയ്യണം എന്ന നിബന്ധനയുണ്ട്. ഏതായാലും സ്വർണ്ണവില കുത്തനെ കൂടുകയാണ്. പല വിദഗ്ധരും ഇത്തരത്തിൽ പറയുന്നത് സ്വർണം ഇനിയും 1,50,000 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. വരും വർഷങ്ങളിൽ അതിലും കുതിപ്പായിരിക്കും സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്താൻ പോകുന്നത് എന്നാണ്.